തമിഴ്നാട്ടിലെ വേലൂർ ജില്ലയിലെ സത്യാചേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോറിക്കു സമീപം കൂടി കുറച്ച് ആളുകൾ ആടുകളെ മേച്ചുകൊണ്ട് പോവുകയായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് അതിരൂക്ഷമായിട്ടുള്ള ഒരു ദുർഗന്ധം കിട്ടിയത്. എവിടെ നിന്നാണ് ആ ദുർഗന്ധം വരുന്നതെന്ന് അറിയാതെ അവരെല്ലാവരും ചുറ്റുപാട് നോക്കിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്തിയില്ല. എന്നാൽ രൂക്ഷഗന്ധം അതികഠിനമായതിനാൽ അവർ ചുറ്റുംപുറവും എല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചു വന്നപ്പോൾ അവർ വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അവർ കണ്ട ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നതാണ്. അവളുടെ ശരീരത്തിൽ നിന്നാണ് ആ ദുർഗന്ധം വമിക്കുന്നത്. അവൾക്ക് ചുറ്റും നിറയെ ഈച്ചകളുണ്ട്. അത് മാത്രമല്ല ആ മുഖം വല്ലാതെ വികൃതമായിട്ടുണ്ട്. ഇത് കണ്ടു പേടിച്ചു പോയ ആ മനുഷ്യർ നേരെ സത്യാചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യുകയാണ്. അതനുസരിച്ച് അവിടുത്തെ പോലീസുകാർ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്ന പോലീസ് ആ മൃതശരീരം നല്ല രീതിയിൽ തന്നെ പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഏകദേശമായിട്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. മരിച്ചിരിക്കുന്നത് 20 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം. മുഖം വല്ലാതെ വികൃതമായിട്ടുണ്ട്. ആ ക്വാറിക്ക് മുകളിൽ നിന്ന് ചാടി ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തതായിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് അവർ ധരിക്കുകയാണ്. എന്നാൽ പോലും ഈ മുഖം ഇത്ര കണ്ട് വികൃതമാവാൻ തരമില്ലല്ലോ എന്ന് ആ പോലീസുകാരുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ 2 കൈകളിലും ടാറ്റു അടിച്ചിട്ടുണ്ട്. ജീൻസും ടോപ്പുമാണ് വേഷം. മൊബൈൽ ഫോണോ മറ്റൊന്നും തന്നെ സമീപത്ത് നിന്ന് കണ്ടെത്താത്തതും പോലീസിന് വല്ലാത്തൊരു അതിശയമായി തോന്നി. ഫോറൻസിക് സംഘവും മറ്റും മൃതശരീരവും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ തന്നെ സത്യാചേരി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിട്ടുള്ള അഴക് റാണി സമീപത്തുള്ള മറ്റു പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം തന്നെ വിളിച്ചിട്ട് അന്വേഷിക്കുകയാണ്. ഏതാണ്ട് 20 വയസ്സിൽ താഴെ പ്രായം വരുന്ന ഏതെങ്കിലും പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസ് അടുത്ത ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ അന്വേഷിച്ചു വരികയാണ്. വേലൂർ ജില്ലയിൽ തന്നെ അരിയൂർ കുപ്പം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതിന് സമാനമായിട്ടുള്ള ഒരു പരാതി 2019 ഡിസംബർ 16 അതായത് ഈ സംഭവം നടക്കുന്നത് 17 ഈ ബോഡി കണ്ടെടുത്തിരിക്കുന്നത്. അതിന്റെ തലേ ദിവസം ഒരു പരാതി കിട്ടിയതായിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് അറിയിക്കുകയാണ്. അതനുസരിച്ച് ഈ അഴക് റാണി ആ പരാതിപ്പെട്ടവരെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി? അതൊരു ആത്മഹത്യയായിരുന്നോ കൊലപാതകമായിരുന്നോ? പോലീസിന് അത് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് റിബിൻ. കൂട്ടുകാരെ, നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും തരണേന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താൻ മറന്നു പോകല്ലേ എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഇൻക്വസ്റ്റും ഒപ്പം തന്നെ ഫോറൻസിക് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. ഇതേ സമയം തന്നെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പറഞ്ഞ പരാതിക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പേര് ശരവണൻ എന്നും സുമതി എന്നുമായിരുന്നു. ഇവർ വേലൂർ ജില്ലയിൽ തന്നെ അരിയൂർ കുപ്പത്താണ് താമസിച്ചു വന്നിരുന്നത്. കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ഇവരോട് ചോദിച്ചു മനസ്സിലാക്കിയ അഴക് റാണിക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. കൊല്ലപ്പെട്ട പെൺകുട്ടി ഇവരുടെ തന്നെ മകളാണ്. ബോഡി അവരെ കാണിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ള വിശദമായ പരാതി ഒന്നുകൂടി താങ്കളുടെ അടുത്ത് പറയുകയാണ് ഈ ഇൻസ്പെക്ടർ. അതനുസരിച്ച് ശരവണനും സുമതിയും പറഞ്ഞു തുടങ്ങിയാണ്. 2019 ഡിസംബർ 14 തന്റെ മകൾ എന്നത്തെയും പോലെ ജോലിക്ക് പോയി. ജോലി എന്ന് പറയുമ്പോൾ സമീപത്തെ ഒരു ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലെ ജീവനക്കാരിയാണ് മരണപ്പെട്ട ശ്വേത. ശ്വേതയ്ക്ക് 17 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. എന്നത്തെയും പോലെ 14 മകൾ തന്റെ സ്കൂട്ടി ജോലി സ്ഥലത്തേക്ക് പോയി. എന്നാൽ വൈകിട്ടായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് താങ്കൾ ആ ക്യാൻറ്റീനിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് അന്ന് 11 മണിയോടുകൂടി തന്നെ അവൾ ക്യാൻറ്റീനിൽ നിന്ന് പോയി എന്നാണ്. അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളെയും അവൾ പോവാൻ ചാൻസ് ഉള്ള മറ്റെല്ലാവരെയും വിളിച്ചു നോക്കിയെങ്കിലും അന്ന് ആരും തന്നെ അവളെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ പാർക്കിങ്ങിൽ ചെന്ന് നോക്കുമ്പോൾ താങ്കളുടെ മകളുടെ സ്കൂട്ടി അവിടെ ഇരിക്കുന്നതായിട്ടും കാണുകയാണ്. അന്ന് രാത്രി വരെ കാത്തിരുന്നുവെങ്കിലും മകളെ കണ്ടെത്തിയില്ല. പിറ്റേ ദിവസം 15 കൂടി ആ മാതാപിതാക്കൾ തന്റെ മകൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അഴക് റാണിക്ക് ഒരു സംശയം തോന്നുന്നു. സാധാരണ പെൺകുട്ടികളെ കാണാതായാൽ അന്ന് രാത്രി തന്നെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നമ്മൾ പരാതി കൊടുക്കാറുണ്ട്. ആ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം 15 എന്തിനാണ് ഇവർ കാത്തിരുന്ന ചോദ്യം അഴക് റാണിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം നമുക്ക് പോകെ കിട്ടും. അങ്ങനെ 16 ആയിട്ടും മകളെ കാണാത്തതിനെ തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതെന്ന് അവർ ഈ അഴക് റാണിയെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിനിടയിൽ താങ്കൾ മകളെ നിരവധി വട്ടം ഫോണിൽ വിളിച്ചിരുന്നുവെങ്കിൽ പോലും അത് സ്വിച്ച് ഓഫ് ആണ് പറയുന്നതെന്നും ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്നും അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്.
ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ പോലീസുകാർ മരിച്ചിരിക്കുന്നത് ശ്വേത തന്നെയാണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അവരെ കാണിക്കുകയുമാണ് ചെയ്തത്. തങ്ങൾ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മകളെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ കണ്ട മാതാപിതാക്കള് അവിടെ നിന്ന് വാവിട്ട് കരയുകയാണ് ചെയ്തത്. ഇവരുടെ ദുഃഖം കണ്ട ആ ഇൻസ്പെക്ടർ എന്ത് വില കൊടുത്തും കൊല ചെയ്യപ്പെട്ടതാണെങ്കിൽ കൊലപാതകയെ കണ്ടെത്തണമെന്ന് കരുതി അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ നേരെ പോയത് അവൾ വർക്ക് ചെയ്തിരുന്ന, അതായത് ശ്വേത വർക്ക് ചെയ്തിരുന്ന ആ ക്യാൻറ്റീനിലേക്കായിരുന്നു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ശ്വേതയുടെ സഹപ്രവർത്തകർ പറഞ്ഞത് അന്നേ ദിവസം 11 മണിക്ക് അവൾ ഇവിടുന്ന് പോയി എന്നാണ് പറഞ്ഞത്. എങ്ങോട്ടാണെന്ന് തങ്ങൾക്ക് അറിയില്ലെന്നും പറയുകയാണ്. ഇതിനെ തുടർന്ന് പോലീസുകാർ ആ ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ കറക്റ്റായിട്ട് ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറി ഇവൾ പോകുന്നത് കാണുകയാണ്. അപ്പോഴും ശ്വേതയുടെ ആ വാഹനം ആ പാർക്കിങ്ങിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഓട്ടോയുടെ നമ്പർ മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥ ഇത് ആരുടെ ഓട്ടോ ആണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ്. അതേസമയം തന്നെ ഈ കുട്ടിയുടെ ലാസ്റ്റ് കോൾ ഹിസ്റ്ററിയും എടുക്കാൻ പറയുകയാണ്. ഈ കോൾ ഹിസ്റ്ററി എടുത്തതനുസരിച്ചിട്ട് അവസാനമായി അവൾ കോൾ ചെയ്തിരിക്കുന്ന 2 വ്യക്തികളാണ്. അതിലൊന്ന് ക്യാൻറ്റീനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു, പ്രകാശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസുകാര് അടുത്തായിട്ട് ശ്വേതയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ശ്വേതയുടെ വീടിന്റെ അടുത്തും ഒപ്പം തന്നെ ആ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചോദ്യം ചെയ്തതിലൂടെ അവർക്ക് കിട്ടിയ വിവരങ്ങൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഓരോ കൗമാരക്കാരും അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സമൂഹവും എല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഈ കഥ നമ്മളെ തിരിച്ചുവിടുന്നത്. ഈ ശ്വേത 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സ്കൂൾ വിട്ട് വരുന്ന വഴി ഇവരുടെ അമ്മയായിട്ടുള്ള സുമതി ശ്വേതയെ കാണുകയാണ്. ശ്വേതയെ കാണുക എന്ന് പറയുമ്പോൾ ശ്വേത നടന്നു വരികയാണ്. നടന്നു വരുന്ന സാധാരണ ഒരു നടത്തമല്ല. സാധാരണ കള്ളുകുടിയന്മാരൊക്കെ കുടിച്ചിട്ട് റോഡ് മുഴുവനായിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയാണ് ശ്വേത വരുന്നത്. ഇതിനെ തുടർന്ന് തന്റെ മകൾക്ക് എന്താണ് പറ്റിയെന്ന് മനസ്സിലാവായിരുന്ന അമ്മ അവളുടെ സമീപത്ത് ചെല്ലുകയാണ്. അവളുടെ സമീപത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് വല്ലാത്തൊരു രൂക്ഷ ഗന്ധം വന്നു. ഉടൻ തന്നെ അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് കഴിയും വേഗം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവളെ കണ്ടമാനം മർദ്ദിക്കുകയാണ്. നീ എന്താണ് ചെയ്തു വച്ചത് എന്ന് ചോദിച്ചുകൊണ്ട്. നിന്നെ ഇതിനാണോ ഞങ്ങൾ സ്കൂളിലേക്ക് പഠിക്കാൻ അയക്കുന്നതെല്ലാം ചോദിച്ചിട്ട് ആ മർദ്ദനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്തായിരുന്നു വെച്ചാൽ ആ രൂക്ഷഗന്ധം വന്നത് മറ്റൊന്നിന്റെയും ആയിരുന്നില്ല, അത് മദ്യത്തിന്റെ ആയിരുന്നു. വേവലാതി പൂണ്ട അമ്മ അവളുടെ ആ സ്കൂൾ ബാഗുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഇനിയും ഒഴിയാത്ത ഒരു മദ്യക്കുപ്പി കൂടി കണ്ടെത്തുകയാണ്. കാര്യങ്ങൾ എത്ര ചോദിച്ചിട്ടും ശ്വേതയിൽ നിന്നൊരു വാക്ക് പോലും പുറത്തു വന്നില്ല. ഇതിനെ തുടർന്ന് സ്വയം ശപിച്ചുകൊണ്ട് അമ്മ അവിടെ നിലത്തിരിക്കുകയാണ്. അങ്ങനെ സമയം ഒരുപാട് ഇഴഞ്ഞു നീങ്ങി. ഇവളുടെ പറ്റും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അമ്മ ഇത് സ്കൂളിലെ ക്ലർക്കായിട്ടുള്ള ബാലകൃഷ്ണൻ അങ്കിൾ വാങ്ങിച്ചു തന്നതാണെന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയ ആ മാതാപിതാക്കൾ പിറ്റേ ദിവസം തന്നെ സ്കൂളിലേക്ക് ചെല്ലുകയും ഈ ബാലകൃഷ്ണനെ കണ്ട് കണ്ടമാനം ചീത്ത പറയുകയുമാണ് ചെയ്തത്. നമുക്കിപ്പോൾ തന്നെ ഊഹിക്കാം, ബാലകൃഷ്ണൻ വെറുതെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ 11ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മദ്യം നൽകില്ല. അവിടെ മറ്റൊരു തരത്തിലുള്ള ദുരുപയോഗം നടന്നിരിക്കാൻ ഏറിയ പങ്കും ചാൻസ് ഉണ്ട്. ഈ മാതാപിതാക്കളുടെ ഇടപെടലുകളെ തുടർന്ന് കുറെ കാലത്തേക്ക് ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോയി. എന്നാൽ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മ തന്നെ എന്ന് പറഞ്ഞ രീതിക്ക് വീണ്ടും ഇവൾ കുടിച്ചു വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം ഹെഡ് മാസ്റ്റർ പിടിക്കുകയുണ്ടായി. അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിൽ താമസിക്കുന്ന സുമതിയുടെ സഹോദരൻ അമിതമായ മദ്യപാനത്തെ തുടർന്ന് ചോര ഛർദ്ദിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. സുമതി അയാളോട് പറഞ്ഞു, നീ തനിച്ചല്ലേ അവിടെ ഉള്ളത്, നീ എന്റെ വീട്ടിലേക്ക് വരൂ, ഞാൻ നിന്നെ നോക്കാം എന്ന് പറയുകയാണ്. ഇതനുസരിച്ച് ആ അമ്മാവൻ തനിക്ക് കിട്ടിയ മരുന്നുകളെല്ലാമായിട്ട് മദ്യപാനമൊക്കെ നിർത്തി മുന്നോട്ട് നല്ല രീതിക്ക് ജീവിക്കാമെന്ന് കരുതി ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. എല്ലാ ആഴ്ചയും സഹോദരന് മരുന്ന് മേടിക്കാൻ പോയിക്കൊണ്ടിരുന്നത് സുമതിയാണ്. ഒരു ദിവസം സുമതി ഡോക്ടർ തന്ന കുറിപ്പുമായി മെഡിക്കൽ സ്റ്റോറിൽ എത്തിയിട്ട് പറയുകയാണ്, ഇനി മുതൽ എന്റെ മകളായിരിക്കാം മരുന്ന് മേടിക്കാൻ വരുന്നത്. അവൾ ഈ കുറിപ്പുമായി വരികയാണെങ്കിൽ മരുന്ന് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ വയ്യ എന്നുകൂടി അവർ പറഞ്ഞ് ചേർക്കുകയാണ്. അതനുസരിച്ച് അടുത്ത ആഴ്ച മുതൽ ഈ ശ്വേതയാണ് മരുന്ന് മേടിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ തുടരെ മരുന്ന് മേടിക്കാൻ വന്ന ശ്വേതയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്, അമ്മാവൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒരു ഡ്രഗ് ആയിട്ടും യൂസ് ചെയ്യാമെന്ന്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ചില മരുന്നുകളെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നാഡീ ഞരമ്പുകളെല്ലാം തന്നെ വല്ലാത്ത തളർച്ച അനുഭവപ്പെടും. ചിലവർക്ക് അതൊരു ആസ്വാദനമായി തോന്നാറുണ്ട്. അത്തരത്തിലുള്ളൊരു മെഡിസിനാണ് ഇപ്പോൾ ഇയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശ്വേത പതിയെ അതിന്റെ ഉപയോഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മറ്റാരും അറിയാതെ ഈ മരുന്ന് തുടർച്ചയായി ഉപയോഗിച്ചതിലൂടെ ആ പെൺകുട്ടിയെ ആ മരുന്നിന് അടിമപ്പെടുകയാണ്. പിന്നീട് ഒരു ദിവസം വീട്ടിൽ കുറച്ച് ക്യാഷ് ആവശ്യപ്പെടുകയാണ് ഈ മരുന്ന് മേടിക്കാൻ വേണ്ടി. എന്നാൽ അവളുടെ മാതാപിതാക്കൾ ആ ക്യാഷ് കൊടുക്കാൻ തയ്യാറായില്ല. അതിനെ തുടർന്ന് അവൾ സ്വയം കത്തി ഉപയോഗിച്ച് തന്റെ കൈ മുറിക്കുകയാണ് ചെയ്തത്. എന്നിരുന്നാൽ പോലും ആ മാതാപിതാക്കൾ കാശ് കൊടുക്കാൻ ഒട്ടും തയ്യാറായില്ല.
ഈ മരുന്ന് കിട്ടാതെ ഒരു ഗത്യന്തരമില്ല തനിക്കെന്ന് മനസ്സിലാക്കിയ ശ്വേത ആ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന സതീശനുമായിട്ട് വലിയ കമ്പനിയാവുകയാണ്. അവർ തമ്മിൽ ഒരടുപ്പം വരികയാണ്. അതിനെ തുടർന്ന് അയാൾ ഈ പെൺകുട്ടിക്ക് മരുന്ന് കൊടുക്കുകയാണ്. ആ മരുന്ന് ഉപയോഗിച്ച ശേഷം പലപ്പോഴും ഇവർ തമ്മിൽ അരുതാത്ത തരത്തിലുള്ള ശാരീരിക അടുപ്പങ്ങളിലേക്ക് പോവുകയാണ്. പിന്നീടത് പതിവായി മാറുകയാണ്. സതീഷ് ഈ മെഡിസിൻ അവൾക്ക് നൽകി സതീഷിന് ആവശ്യമുള്ളതെല്ലാം അവളുടെ സ്വബോധമില്ലാതെ ഇരിക്കുമ്പോഴും സ്വബോധമുള്ളപ്പോഴും അവളിൽ നിന്ന് മുതലാക്കിയാണ്. ഒരു ദിവസം ഇവളുടെ മാതാപിതാക്കൾ ഇതറിയുകയും ഈ മെഡിക്കൽ ഷോപ്പിൽ വന്ന് വലിയ രീതിക്ക് ഒച്ചപ്പാടുണ്ടാക്കിയതിനെ തുടർന്ന് അയാൾ മെഡിക്കൽ ഷോപ്പ് തന്നെ അടച്ചു പൂട്ടുകയും തുടർന്ന് ഒരു പലചരക്ക് കട അവിടെ തന്നെ ആരംഭിക്കുകയുമാണ്. ഇങ്ങനെ ഇരിക്കാതെ സ്കൂൾ ജീവിതമെല്ലാം തീർന്ന് ആ പെൺകുട്ടി ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞ് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നാൽ ഇവൾ ഒരു ജോലിക്കും പോകുമായിരുന്നില്ല. പകരം സതീഷിന്റെ കടയിലേക്ക് ചെന്നിട്ട് അതിന്റെ പുറകിലായി സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു കുടിസുമുറിയിൽ ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ച ശേഷം അവർ തമ്മിൽ ശാരീരികമായിട്ടുള്ള വേഴ്ചകളിലേക്കൊക്കെ മാറുന്നത് സ്ഥിരമാവാൻ തുടങ്ങി. ഇതിനിടയിൽ തന്നെ മദ്യവും മറ്റു മയക്കുമരുന്നുകളും കൊടുത്ത് ആ പെൺകുട്ടിയെ സതീഷുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ നിരവധി തവണ ഉപയോഗിച്ചു എന്നും ഒരു വാർത്തയുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഡ്രഗ് മദ്യവും ഒക്കെ യൂസ് ചെയ്തതിനെ തുടർന്ന് ഈ പെൺകുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറുകയാണ്. അവൾ സ്വയം തിരിച്ചറിയുകയാണ് താനീ പോകുന്നത് വലിയൊരു പടുകുഴിയിലേക്കാണെന്ന്. അങ്ങനെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഈ പെൺകുട്ടി ഇവരൊക്കെയായിട്ടുള്ള ചെങ്ങാത്തം നിർത്താനും പതിയെ മാറാനും ശ്രമിക്കുകയാണ്. അങ്ങനെ മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് അവൾ ആ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ ജോലിക്ക് പോയതും. ഇങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കെ തന്നെ പോലീസിന് വേറെ കുറച്ച് വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. അതിലൊന്ന് ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് അനുസരിച്ച് ഈ പെൺകുട്ടിയുടെ കൈകാലുകൾ നിരവധി തവണ ഒടിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മേളിൽ നിന്ന് ചാടിയ ആഘാതത്തിലായിരിക്കാമെന്ന് പോലീസ് ധരിക്കുകയാണ്. അത് മാത്രമല്ല അവൾ അവസാനമായി വിളിച്ചിരിക്കുന്നത് പ്രകാശൻ എന്ന് പറയുന്ന ഡ്രൈവറെയാണ്. ആ പ്രകാശിന്റെ ഓട്ടോയിലാണ് ആ പെൺകുട്ടി കയറിപ്പോയത്. മൂന്നാമതായിട്ട് അന്ന് രാവിലെ 11:30 അളമേലു അങ്കാപുരം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയുടെ ഫോൺ അവസാനമായി സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് ഈ പ്രകാശിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. പ്രകാശിനെ അറസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണ് പല വിവരങ്ങളും പോലീസിന് അറിയാൻ സാധിക്കുന്നത്. പ്രകാശിനെ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെ പോലീസിന് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. അതായത് ഈ പെൺകുട്ടി ഇവിടെ ജോലിക്ക് കയറിയ ശേഷം ഈ ക്യാൻറ്റീനിൽ ജോലിക്ക് കയറിയ ശേഷം പ്രകാശനുമായി അടുക്കുകയാണ്. ആ അടുപ്പം ഒരു പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം പ്രകാശന് മനസ്സിലാവുകയാണ് ആ ക്യാൻറ്റീനിലെ തന്നെ മറ്റൊരു ജീവനക്കാരനുമായിട്ടും ശ്വേതയ്ക്ക് റിലേഷൻ ഉണ്ടെന്ന്. ആ റിലേഷൻ സത്യമാണെന്ന് പ്രകാശന് മനസ്സിലാക്കിയപ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് പതിയെ ഒഴിയാൻ വേണ്ടി അയാൾ ബുദ്ധിപൂർവമായിട്ട് മാറി നിന്നെങ്കിലും ഈ പെൺകുട്ടി ഇയാളെ വിടാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കഴിയും വേഗം തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താൻ തുടങ്ങുകയാണ്. എന്നാൽ ഇത്തരത്തില് സ്വഭാവദൂഷ്യമുള്ള ഒരു പെൺകുട്ടിയെ കെട്ടാൻ തനിക്ക് ആവില്ല എന്ന നിലപാടെടുത്തിരുന്ന പ്രകാശന് ഇവളുടെ തുടരെയുള്ള ഈ പറച്ചിൽ വല്ലാത്തൊരു ശല്യമായി തോന്നുകയാണ്. അന്നേ ദിവസം അതായത് 14 ഡിസംബർ 2019 ഈ പെൺകുട്ടിയോട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരാൻ പറയുകയാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അയാൾ തീരുമാനിച്ചത്. അങ്ങനെ അവിടെ നിന്നും അവർ ഓട്ടോയിൽ പോയി നമ്മൾ ആദ്യം ബോഡി കണ്ടിട്ടുള്ള ആ പാറമടയുടെ മുകളിൽ ചെല്ലുകയാണ്. പ്രകാശനൊരു സഹായിയായിട്ട് അയാളുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള നവീനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ശ്വേതയോട് പ്രകാശൻ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ശ്വേത വീണ്ടും പറയുകയാണ് തന്നെ കഴിയും വേഗം വിവാഹം കഴിക്കണമെന്ന്. അപ്പൊ പ്രകാശൻ നല്ല രൂപത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള വിവാഹം അതൊരിക്കലും നടക്കില്ല, നീ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുകയാണ്. എന്നാൽ ഇത് കേട്ടതും ശ്വേത വലിയ രീതിക്ക് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ സമയം മറ്റൊന്നും തന്നെ ആലോചിക്കാതെ ആ ക്വാറിയുടെ മുകളിൽ നിന്ന് ശ്വേതയെ പ്രകാശൻ താഴത്തേക്ക് തള്ളിയിടുകയാണ്. ആ പെൺകുട്ടി വലിയ നിലവിളിയോടെ നിലത്തേക്ക് പതിച്ച് നിമിഷ നേരങ്ങൾക്കകം മരണപ്പെടുകയാണ്. അതിനുശേഷം പ്രകാശൻ അവനും കൂടി താഴെ എത്തുകയാണ്. അവൾ മരിച്ചു എന്ന് അവർ ഉറപ്പുവരുത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് ആരും തന്നെ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ശ്വേതയുടെ മുഖത്തേക്ക് മറ്റൊരു കല്ല് വച്ചിട്ട് അടിച്ച് വികൃതമാക്കുകയാണ്. തുടർന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും ഒപ്പം തന്നെ അവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി രണ്ടും കൂടി ആ കുളത്തിലേക്ക് ഡംപ് ചെയ്യുകയാണ്. ശ്വേതയുമൊത്തൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയ തന്റെ ജീവിതം വലിയൊരു പടുകുഴിയിൽ ചെന്ന് ചാടുമെന്ന് മനസ്സിലാക്കിയതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം താൻ ചെയ്തതെന്ന് അയാൾ പോലീസിനോട് പറയുകയാണ്. പോലീസ് ഒട്ടും തന്നെ സമയം കളയാതെ നവീൻ എന്ന് പറയുന്ന പ്രകാശിന്റെ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അവരിപ്പോൾ ജയിലിലുമാണ്. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് 17 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളതിനാലാണ് നമ്മൾ ഫോട്ടോസ് ഒന്നും കാണിക്കാത്തത്.
കൗമാരക്കാരായിട്ടുള്ള ഓരോ കുട്ടികളെയും എത്ര നല്ല രീതിക്ക് പാരന്റിങ് ചെയ്ത് വളർത്തിയാലും അവർ ചെന്നുപെടുന്ന സ്ഥലവും സാഹചര്യവും അനുസരിച്ച് അവരിൽ എന്ത് തരത്തിലുള്ള വ്യത്യാസങ്ങളും വന്നു ചേരാം. എന്നിരുന്നാലും നമ്മൾക്ക് എത്ര കണ്ട് ശ്രദ്ധിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. പുതിയൊരു വീഡിയോയുമായി വരും വരെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബൈ.